നമസ്കാരം സർ, ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരം. കാരണം ഞങ്ങൾ ഇവിടെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് കൊടുത്ത അതേ സമ്മാനമാണ് അല്ലെങ്കിൽ അതേ ഉപഹാരമാണ് നിങ്ങൾക്കും തരുന്നത്. ഞങ്ങളുടെ പേരെഴുതിയ സ്റ്റിക്കറോട് കൂടിയിട്ടുള്ള ഒരു ഫയൽ. ഈ ഫയൽ കിട്ടിയ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ ഫയൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ളതാണ്. നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റുകളും, നിങ്ങളുടെ ഫോട്ടോ, റേഷൻ കാർഡ്, അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യമുണ്ടാവും ഈ ഫയൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ എറക്കോടൻ പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജി കുടുംബ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ കാരണവർ കളത്തിൽ മൊയ്തീൻ ഹാജി അവരുകളെ ഈ സദസ് ഒന്നടങ്കം ആദരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ചടങ്ങിൻ്റെ പ്രത്യേകത, ഈ ആദരിക്കുന്നതിന് നമ്മുടെ മുഴുവൻ കാരണവന്മാരെയും സദസ്സിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മൾ ആദരിക്കുന്നത്. രണ്ടാം തലമുറയാണ് ആദരിക്കാൻ വേണ്ടി വേദിയിലേക്ക് വരുന്നത്. ഞാൻ പേര് വിളിക്കുന്ന മുഴുവൻ ആളുകളും വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. KC ഇസ്മാലുട്ടിക്ക, കരിപ്പാലിൽ അബ്ദുറഹിമാൻ ക, മായത്തൊടി മുജീബ് ക, ചെറുപ്പാടത്തിൽ മൊയ്തീൻ, മാനൊടികയിൽ അലി, സുൽഫി NC, ഓളിക്കൽ ഗഫൂർ ക, EK നസീർ, ഫൈസൽ, അക്ബർ ക, അക്കുക, സാദിഖ് പുളിയത്തിങ്ങൽ, ഇബ്രാഹിം കുന്നത്ത്, പാഞ്ചേരി അംസക്ക, ഷെരീഫുദ്ദീൻ തായിക്കോട്ട്, ആസാദ് മാഷ്, സാജിദ് കരിങ്കാളിക്കാവിൽ, വിച്ചാപ്പു എറക്കോട്ട്, അമ്പലപ്പറ്റ് സലാംക, എറക്കോട് ലത്തീഫ്, മുജീബ്, മാവൂർ മുജീബ് ക, പത്തായത്തിങ്ങൽ അബ്ദുറഹിമാൻ ഹാജി, വീരാൻകുട്ടി മാഷ്, ആസാദ് മാഷ്, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് മൊയ്തീൻ ചാപ്പയെ ആദരിക്കുന്നത്. അതുപോലെ നമ്മളെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ വിശാലമായ എറക്കോടൻ കുടുംബ ഗ്രൂപ്പിൽപ്പെട്ട നീറാട് ഫാമിലിയിൽ നിന്നും പോക്കുട്ടിക്കാക്ക അസീസ് എന്നിവരും, മൂശാരിക്കണ്ടി കുടുംബത്തിൽ നിന്ന് കോമോയൻ ഹാജി, അതുപോലെ എഴുത്തച്ഛൻ മഠത്തിൽ നിന്ന് EMC മൊയ്തീൻ, കൂടമണ്ണിൽ നിന്ന് മുഹമ്മദ് കുട്ടിയാക്ക, തിരുത്തിയിൽ നിന്ന് മജീദ് കാക്ക, അങ്ങനെ ഒട്ടേറെ വ്യക്തികൾ നമ്മളുടെ ഈ സദസ്സിലുണ്ട്. അവരെല്ലാവർക്കും നമ്മളുടെ കുടുംബത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അറളിയിൽ മൊയ്തീൻ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 3 വർഷത്തിലൊരിക്കൽ പ്രായത്തിൻ്റെ പ്രയാസത്തിലും പ്രവർത്തന സജ്ജമാകുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന കർമ്മശിഷ്ട പുരസ്കാരമാണ് ഈ മോയിൻകുട്ടി ഹാജി കുടുംബ സംഗമത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ കാരണവർ മൊയ്തീൻ ഹാജി അവർക്ക് നൽകുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ പ്രഥമ പ്രസിഡന്റ് കൂട്ടക്കടവത്ത് മൊയ്തീൻ ഹാജിക്കും രണ്ടാമത്തെ അവാർഡ് TK പരീക്കുട്ടി ഹാജിക്കുമായിരുന്നു നൽകിയത്. അവരെ പോലെ തന്നെ പ്രായത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും നമ്മുടെയൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ മൊയ്തീൻ വിച്ചാപ്പയെ ആദരിക്കുന്ന ചടങ്ങാണ്. മൊയ്തീൻ വിച്ചാപ്പയെയും മരിച്ചുപോയ അറളയിൽ മൊയ്തീൻ ഹാജിയെയും അനുസ്മരിക്കുന്നതിന് വേണ്ടി വീരാൻകുട്ടി മാഷെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ വൈകിയ വേളയിൽ ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ ഇവിടെ അനുസ്മരിക്കാതിരുന്നുകൂടാ. കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ 2 വ്യക്തികളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പഴയ പ്രസിഡന്റായിരുന്ന കൂട്ടക്കടവത്ത് മൊയ്തീൻ ഹാജി, ഇന്ന് നമ്മോടൊപ്പമില്ല. രണ്ടാമത് TK പരീക്കുട്ടി ഹാജി, അനാരോഗ്യം മൂലം പ്രായാധിക്യം മൂലം അദ്ദേഹം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അത് ഏർപ്പെടുത്തിയിട്ടുള്ളത് അറളയിൽ മൊയ്തീൻ ഹാജിയെ സ്മരിക്കാൻ വേണ്ടിയാണ്. അറളയിൽ മൊയ്തീൻ ഹാജിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നാട്ടിലെ മതരംഗത്ത് അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് വളരെ വിലപ്പെട്ട സേവനങ്ങൾ നൽകിയ ഒരു കോൺട്രാക്ടറായിരുന്നു. ഇവിടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മയെല്ലാം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കോൺട്രാക്ട് വർക്കിലൂടെ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നം നൽകിയ ഒരു വ്യക്തിയായിരുന്നു മൊയ്തീൻ ഹാജി. മാത്രമല്ല ഇവിടെ പള്ളി ഉണ്ടാക്കുന്നതിൽ പള്ളിക്ക് സ്ഥലം കൊടുത്തു, പള്ളിയും മദ്രസിൻ്റെ കാര്യത്തിലെല്ലാം വളരെയധികം മുമ്പിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അറളയിൽ മൊയ്തീൻ ഹാജി. ഈ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് കളത്തിൽ മൊയ്തീൻ ഹാജിയാണ്. കളത്തിൽ മൊയ്തീൻ ഹാജിയെക്കുറിച്ച് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുണ്ട്. അദ്ദേഹം ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ വളരെ സജീവമായി സാമൂഹ്യ രംഗത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പ്രായം മൂലം അല്ലെങ്കിൽ ആരോഗ്യം മൂലം നിർജീവമാണെങ്കിലും സജീവമല്ലെങ്കിൽ പോലും കഴിഞ്ഞ വർഷങ്ങൾ വരെ
ഈ പള്ളിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത്, ചാത്തമംഗലം പഞ്ചായത്ത് കൃഷി കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ചാത്തമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ, അതേമാതിരി വാർഡിൻ്റെ എന്നിവ വേണ്ട എല്ലാ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാപ്പയെക്കുറിച്ച് പറയണം. ഈ തെനഞ്ചേരി പള്ളി, നമ്മുടെ കൂളിമാടിലുള്ള പള്ളിക്ക് സ്ഥലം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പിതാവായ ചെറുമോയിൻ ഹാജിയാണ്. കളത്തിൽ ചെറുമോയിൻ ഹാജിയും കൂട്ടക്കടവ് താമൂർ കുട്ടിയാജിയും. അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ആ പള്ളിയുടെ മുറ്റത്ത് നിങ്ങൾക്ക് കാണാം ഒരു സ്ഥാപനം, സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു സ്ഥാപനം. അത് നിർമ്മിച്ചത് മുതികാക്കയാണ്. അതുകൊണ്ട് വളരെ നന്ദിയോടെ ഈ കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സ്മരിക്കുകയാണ്. എല്ലാം കൊണ്ടും കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനാണ് ഇന്ന് നമ്മൾ ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്ന മൊയ്തീൻ ഹാജി എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരും ഒന്നായി ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാലിക്ക വിച്ചാപ്പക്ക് അവാർഡ് നൽകുകയാണ്. എല്ലാ കാരണവന്മാരുടെയും അമ്മായിമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ കാരണവർക്കുള്ള ആദരവാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഒരുപാട് പേര് ഈ മനോഹരമായ കുടുംബ സംഗമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെ സമയമായിരിക്കുകയാണ്. എന്തായാലും ഒരു പാട്ട് പാടാതെ പോകുമ്പോൾ വലിയ പ്രയാസമാകും. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു പാട്ട്, 1990കളിൽ വിനീതൻ ആലപിച്ചൊരു ഗാനം പഴയ തലമുറയിലെ പ്രിയപ്പെട്ടവർക്കും ഈ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന് നമ്മൾ കൈമാറുകയാണ്. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വളരെ സ്നേഹപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. മുനീർ സാഹിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ പാട്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടികൾക്കൊക്കെ കീബോർഡ് വായിക്കുന്ന ഒരാൾ കൂടിയാണ് മുനീർ സാഹിബ് എന്ന സന്തോഷം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്തായാലും ഈ പാട്ട് എല്ലാ പഴയ തലമുറകൾക്കും പുതിയ തലമുറകൾക്കും ഞാൻ സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. 1990കളിൽ ഞാൻ ആലപിച്ചൊരു ഗാനമാണ്. ഒരു ചെറിയ കൈമുട്ട് എല്ലാവരും കുട്ടികൾക്ക് സന്തോഷം അവസാനിപ്പിക്കുകയാണ് ഈ സെക്ഷൻ. Yes,
മണി 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 കോടൻ കൂട്ടക്കടവത്ത് ഉസ്സനാജിയുടെ മകൻ അതുപോലെ മടത്തിൽ ഉമ്മാച്ചകുട്ടിയുടെ മകളായ സീറ കൊടുവള്ളി എന്നിവരുടെ മകൻ റാഫി കൊടുവള്ളിയാണ്. ഓക്കെ, നല്ലൊരു പ്രസംഗവും പാട്ടൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരിക്കാന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞില്ല. ശവാന പിടിച്ച. ഓക്കെ